ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡെബ്സ് മലയാളി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 നമ്മൾ കാത്തിരുന്ന തോറിന്റെ ഏറ്റവും പുതിയ മൂവി തോർ 4 ലവ് ആൻഡ് തണ്ടർ. ഒരു രക്ഷയില്ലാത്ത വേറെ ലെവൽ സിനിമയാണിത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഡെബ്സ് മലയാളി എന്ന ചാനൽ കാണുന്നത്, ഇതുപോലെ വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഈ കഥയിലേക്ക് കിടക്കാം. ഇത് നിങ്ങളുടെ ഡെബ്സ് മലയാളി. കഥയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഗോറിന്റെ പ്ലാനറ്റിലുള്ള എല്ലാ ആളുകളും മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ പ്ലാനറ്റിൽ ഇപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണമോ കുടിക്കാനുള്ള വെള്ളമോ ഒന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഗോറിന്റെയും മകളുടെയും അവസ്ഥയും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മാസങ്ങളോളമായി അവരെന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ തന്റെ കയ്യിൽ വെച്ച് തന്നെ ആ ചെറിയ പെൺകുട്ടി തന്റെ മകള് മരണപ്പെടുകയാണ്. ഗോറ് എല്ലാ ദൈവങ്ങളോടും സഹായം ചോദിച്ചിട്ടുണ്ട്, പക്ഷെ ആരും തന്നെ ഗോറിനെ സഹായിച്ചില്ല. ഗോറിന്റെ ജീവന് തുല്യമായിട്ടുള്ള തന്റെ മകളും അതുപോലെ ആ പ്ലാനറ്റിലെ എല്ലാ ആളുകളും മരണപ്പെട്ടത് ഗോറിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഗോറും പതിയെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് കുറച്ച് ദൂരെ നിന്ന് ആരോ വിളിക്കുന്ന ഒരു ശബ്ദം അവൻ കേൾക്കുന്നത്. ഗോറ് ശബ്ദം കേട്ട ആ ഭാഗത്തേക്ക് പോയി നോക്കുമ്പോൾ ഇതുവരെ അവൻ കാണാത്ത ഒരു കാട് അവിടെ കാണുകയാണ്. ആ കാട്ടിലെ അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് അവിടെ വീണ് കിടക്കുന്ന പഴങ്ങളൊക്കെ കഴിച്ചിട്ട് ഗോറിന്റെ വിശപ്പും ദാഹവും അവൻ മാറ്റുകയാണ്. അപ്പോഴാണ് അവിടെയുള്ള ഒരു ആയുധം തട്ടിയിട്ട് അവന്റെ കൈ ചെറുതായി മുറിയുന്നത്. അപ്പൊ തന്നെ ആ മുറിവ് വേഗം ഉണങ്ങുകയാണ്, ഹീലാവുകയാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇതുപോലുള്ള കഴിവൊക്കെ ഗോറിനും അവരുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ലേ, പിന്നെ എങ്ങനെയാണ് ആ മകള് മരണപ്പെട്ടത്? ഇതുപോലുള്ള കഴിവ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടല്ലോ. നമുക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും, പക്ഷെ അവർക്കാവുമ്പോൾ വളരെ പെട്ടെന്ന് അത് ഹീലാവും. ഇനി ഗോറിന്റെ ജനവിഭാഗമായാലും നമ്മളാണെങ്കിലും വിശപ്പും ദാഹവും സഹിക്കാതെ വന്നു കഴിഞ്ഞാൽ അവസാനം മരണം തന്നെയായിരിക്കും സംഭവിക്കുക. അപ്പോഴാണ് ഗോറിന്റെ മുൻപിലായിട്ട് അവന്റെ ഗോഡ് നിൽക്കുന്നത് കാണുന്നത്. ആ സമയത്ത് ഗോറ് അവന്റെ ഗോഡിനോട് പറയുന്നുണ്ട്, കുറെ വർഷമായി ഞങ്ങൾ വിശപ്പിലും ദാഹത്തിലും വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകളും ജനങ്ങളും മുഴുവൻ എന്നെ വിട്ടു പിരിഞ്ഞുപോയി. അവസാനം ഞാൻ എന്റെ ഗോഡിനെ കണ്ടെത്തി. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ കാത്തിരുന്നത്. അവരെ മുഴുവൻ നിങ്ങൾക്കൊന്ന് ജീവിപ്പിക്കാൻ കഴിയോ? എന്റെ മകളെ എനിക്ക് തിരിച്ചു തരാൻ കഴിയോ? എന്നാൽ അവന്റെ ഗോഡ് അവനെ കളിയാക്കുകയാണ്. ഞങ്ങളെ ആരാധിക്കേണ്ടവര് മാത്രമാണ്, അല്ലാതെ ഞാൻ നിന്നെ സഹായിക്കാനൊന്നും പോകുന്നില്ല. നീ ഇവിടെ വന്നത് വെറുതെയാണ്. അതും പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. അപ്പോഴാണ് ഗോറ് നോക്കുമ്പോൾ ഒരു കറുത്ത ദേവൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നത്. ആ ദേവൻ ഈ ഒരു ഗോഡിനെ കൊല്ലാൻ വന്നാണ്. എന്നാൽ നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ഒരു വാളിലെ നിക്രോസ്വാഡ്, അത് ഈ ദേവന്മാരെ കൊല്ലാൻ ഉപയോഗിക്കുന്ന അത്രത്തോളം ശക്തിയാർന്ന വാളാണ്. അതുകൊണ്ടാണ് ഈ ഇരുളിന്റെ ദേവനെ കൊലപ്പെടുത്തിയത്. ഗോറ് സങ്കടത്തിൽ പറയുന്നുണ്ട്, നിങ്ങളൊരു യഥാർത്ഥ ദൈവമല്ല. ഇതുവരെ നിങ്ങൾ ഞങ്ങളെ സഹായിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇനി ഞാൻ നിങ്ങളെ വഴിപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ അവന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചെയിന് അവൻ പൊട്ടിച്ച് കളയാണ്. അതുകൊണ്ട് ദേഷ്യമെന്ന ആ ഒരു ഗോഡ് ഗോറിന്റെ കഴുത്തിൽ പിടിക്കുകയാണ്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഇരുളിന്റെ ആ ഒരു ശക്തിയുള്ള നിക്രോസാഡ് അത് ഗോറിന്റെ കയ്യിലേക്ക് വരികയാണ്. കുറച്ചു മുൻപ് ഈ ഒരു ആയുധം തന്നെയായിരുന്നു ഗോറിനെ ഈ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത്. ആ ഒരു വാൾ ഉപയോഗിച്ച് തന്നെ ആ ഗോഡിനെ ഗോറ് കൊലപ്പെടുത്തുകയാണ്. ഗോറിനറിയാം, നിക്രോസ്വാഡ് കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ശാപം പോലെ ആയിരിക്കും. അവിടെ വെച്ച് ഗോർ ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ ഗോഡ്സ് അവർക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മളെ ഉപയോഗിക്കും, അല്ലാത്ത സമയത്ത് നമ്മളെ ചവറ്റുകുട്ടിലേക്ക് വലിച്ചെറിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിൽ ഒരു ഗോഡും ഇനി അവശേഷിക്കാൻ പാടില്ല. എല്ലാ ഗോഡ്സിനെയും ഞാൻ കൊന്നു കളയാൻ പോവാണ്. അടുത്ത സീനിൽ നമ്മൾ കേൾക്കുന്നത് തോറിന്റെ കഥയാണ്. തോറ് കുറേയധികം യുദ്ധങ്ങൾ ചെയ്ത് പോരാട്ടങ്ങൾ ചെയ്തിട്ടാണ് ഈ ജനങ്ങളെ മുഴുവൻ സംരക്ഷിച്ചു പോരുന്നത്. എന്നാൽ ആ ഒരു യുദ്ധത്തിൽ അവൻ കുറേയധികം ആളുകളെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അവന്റെ അച്ഛൻ, അവന്റെ അമ്മ, അവന്റെ അനിയൻ, അതുപോലെ അവന്റെ ലവർ, അങ്ങനെ കുറേയധികം നഷ്ടങ്ങൾ അവന് സംഭവിച്ചിട്ടുണ്ട്. അവസാനമായിട്ട് താനോസിനെ കൊലപ്പെടുത്തിയതിനു ശേഷം ഗാർഡിയൻ ഓഫ് ഗാലക്സിയുമായിട്ട് ഈ ലോകത്തെ സംരക്ഷിക്കാനായിട്ട് അവൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ ഇനി അവന്റെ ലക്ഷ്യം എന്താണ് അതും അവൻ അന്വേഷിക്കുന്നുണ്ട്. അപ്പോഴാണ് മറ്റൊരു ഗ്രഹത്തില് ഗാർഡിയൻ ഓഫ് ഗാലക്സി ചില എതിരാളികളുമായിട്ട് പോരാടുന്നത്. പക്ഷെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് തോറിന്റെ സഹായം ചോദിക്കുകയാണ്. അവന്റെ സ്റ്റോം ബ്രേക്കർ എടുത്തിട്ട് ആ ഒരു കളത്തിലേക്ക് വരികയാണ്. തന്റെ ഇടി മിന്നൽ ശക്തി ഉപയോഗിച്ചിട്ട് അവരെ അടിച്ച് തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ജനങ്ങളെ മുഴുവൻ തോറും നമ്മുടെ ഗാർഡിയൻ ഓഫ് ഗാലക്സിയും ചേർന്നിട്ട് രക്ഷിക്കുകയാണ്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ജെയിനെയാണ്. അവളുടെ അവസ്ഥ ഇപ്പോൾ ക്യാൻസർ വല്ലാതെ കൂടിയ കാരണം മോശമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജിലായിട്ടുണ്ട്. ജെയിന് എല്ലാ സമയത്തും അവളുടെ ലാബിൽ തന്നെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവൾ പറയുന്നത്, മരണത്തിന് മുൻപ് എനിക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ഈ ഒരു ലോകത്തിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യണം. അപ്പോ നമ്മുടെ ജെയിന്റെ അനിയത്തി അവളോട് പറയുന്നുണ്ട്, നീയും തോറും തമ്മിൽ പിരിഞ്ഞിട്ടിപ്പോ കുറെ നാളുകളായിട്ടുണ്ട്. ഈ സയൻസിന്റെ പിന്നാലെ നീ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നിനക്ക് തോറിനോടൊന്ന് സഹായം ചോദിച്ചൂടെ? അവന്റെ കഴിവ് ഉപയോഗിച്ചിട്ട് ചിലപ്പോ നിന്റെ ഈ ക്യാൻസർ മാറ്റാൻ കഴിഞ്ഞാലോ? അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഭൂമിയിലുള്ള ആസ്ഗാർഡ് ആണ്. വളരെ സുന്ദരമായിട്ടുള്ള ഈ ആസ്ഗാർഡിന്റെ പുതിയ കിങ് നമ്മുടെ വാൽക്കരിയാണ്. അവിടെ ഒരു സ്റ്റേജിൽ ഒരു നാടകം നടക്കുകയാണ്. ആ നാടകത്തിൽ എങ്ങനെയാണ് ഓഡിൻ മരണപ്പെട്ടതെന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ തോർ അങ്ങോട്ടേക്ക് എത്തിയതെന്നും അവർക്കെല്ലാം ഭീഷണിയാ താൻ
താനോസിന്റെ തല വെട്ടിയിട്ട് ആ ജനങ്ങളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയതെന്നും തോറ് കാരണമാണ് ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നതെന്നൊക്കെ ആ ഒരു നാടകത്തില് അവർ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തകർന്നു പോയിട്ടുണ്ടായിരുന്ന മിയോൾനീർ, നമ്മുടെ തോറിന്റെ ആയുധം, അതൊരു കണ്ണാടി ചില്ലില് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു മിയോൾനീറിന് അടുത്ത് തന്നെയാണ് നമ്മുടെ ജെയിനും നിൽക്കുന്നത്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് തോറും അതുപോലെ ഗാർഡിയൻ ഓഫ് ഗാലക്സിയും ചേർന്നിട്ട് ആ ഒരു ജനങ്ങളെ മുഴുവൻ രക്ഷപ്പെടുത്തിയില്ലേ. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ രാജാവ് തോറിന് 2 ആടുകളെ സമ്മാനമായിട്ട് നൽകുകയാണ്. അതിനുശേഷം അവരെല്ലാവരും സ്റ്റാർ ലോർഡിന്റെ ആ ഒരു ഷിപ്പിന്റെ ഉള്ളിലേക്ക് പോവാണ്. ആ സമയത്താണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. 100 കണക്കിന് സ്ഥലങ്ങളിലായിട്ട് ആരോ ഒരാള് പ്രശ്നങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേയധികം ആളുകളെയും അവിടെയുള്ള ദേവന്മാരെ മുഴുവൻ അവര് കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ തോറിന്റെ കൂട്ടുകാരിയായിട്ടുള്ള ലേഡി സിഫ് നൽകിയിട്ടുള്ള ചില എവിഡൻസ് മൂലമാണ് അവ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അവൾ പറയുന്നുണ്ട്, അവര് ഞങ്ങളുടെ ജനങ്ങളെയും വെറുതെ വിട്ടില്ല, ഞാനും അതിൽ പെട്ടുപോയി, എനിക്കും അപകടം പറ്റിയിട്ടുണ്ട്, ഇനി ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. തോറ് പറയാണ്, വേഗം തന്നെ നമുക്ക് സിഫുള്ള സ്ഥലത്തേക്ക് പോകണം. എന്നാൽ സ്റ്റാർലോർഡ് പറയാണ്, ഒരു സ്ഥലത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ട് അപകടം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് സ്പ്ലിറ്റ് ആയിട്ട് ഓരോ സൈന്യം ഓരോ സ്ഥലത്തേക്ക് പോകാം, ഇനി നീ ഒറ്റയ്ക്ക് വേണം സിഫിനെ രക്ഷിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവാന്. എന്നാൽ തോറിന് ഗാർഡിയൻ ഓഫ് ഗാലക്സിയും സ്റ്റാർലോർഡിനെ വിട്ട് പിരിയുന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട്. അപ്പോൾ സ്റ്റാർലോർഡ് പറയുന്നുണ്ട്, നീ കഴിഞ്ഞ 1500 വർഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, മാനസികമായിട്ട് നീ പല സമയത്തും തകർന്നു പോയിട്ടുണ്ട്, അതിൽ നിന്നൊക്കെ ഒന്ന് നോർമലായി വരാന് ഞങ്ങളും നിന്നെ സഹായിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും നീ ആരാണെന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല. ഞാനും നിന്നെ പോലുള്ള സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ഗൊമേറയെ മീറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നത്, ലവ് ആണ് നമ്മളെ സ്ട്രോങ് ആക്കുന്നത്. അവൾ എന്നെ പിരിഞ്ഞുപോയ ആ ഒരു വേദന ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്, പക്ഷെ ഒന്നുമില്ലാത്തതിൽ നല്ലതല്ലേ നല്ല ചില വേദനകളെങ്കിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ അധികം ടൈം കളയാതെ നിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് ആരാണ് അവളെ നീ തിരഞ്ഞെടുക്കുക. അതും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം നമ്മുടെ തോറിന്റെ ആയുധമായിട്ടുള്ള സ്റ്റോം ബ്രേക്കർ എടുത്തിട്ട് നമ്മുടെ ലേഡി സിഫിന്റെ ആ ഒരു സ്ഥലത്തേക്ക് അവൻ വരികയാണ്. അപ്പോഴാണ് അവൻ കാണുന്നത് സിഫിന് വല്ലാതെ മുറിവ് പറ്റിയിട്ടുണ്ട്, അവളുടെ ഒരു കൈ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവളുടെ മുമ്പിലായിട്ട് ഒരു ഗോഡ് മരിച്ചു കിടക്കുന്നുണ്ട്. തോറ് എന്താണ് സംഭവിച്ചതെന്ന് സിഫിനോട് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, ഗോർ ഇപ്പോ ഒരു ഗോർ ബുച്ചർ ആയിട്ടുണ്ട്, അതായത് അവനിപ്പോ എല്ലാ ഗോഡ്സിനെയും തെരഞ്ഞു പിടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവനും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്ന കണ്ട് അവനെ തടുക്കാൻ ഞാൻ ശ്രമിച്ചതാണ്, പക്ഷെ ആ ഒരു ഫൈറ്റിനിടയിൽ എന്റെ ഒരു കൈ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ തോർ നീ ഉടനെ തന്നെ അവനെ തേടി പിടിച്ച് അവനെ തടുക്കണം. അടുത്ത സീനില് നമ്മുടെ ഗോർ ദ ബുച്ചർ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നെക്രോസോഡ് ഉപയോഗിച്ച് രാത്രിയുടെ മറവില് കുറേയധികം മോൺസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആസ്ഗാർഡ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ തടുത്തു നിർത്താന് നമ്മുടെ വാൾക്കറിയും അതുപോലെ ആസ്ഗാർഡിയൻസും മാക്സിമം ശ്രമിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ആ മോൺസ്റ്റേഴ്സിനെ അവർക്ക് തടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആ സ്ഥലത്തേക്ക് നമ്മുടെ തോറും വരികയാണ്. എന്നിട്ട് ആ ഒരു മോൺസ്റ്റേഴ്സിന് മുഴുവൻ തോറ് അടിച്ച് പരത്തുന്നുണ്ട്. ആ സമയത്താണ് തോറ് അവന്റെ ആയുധമായിട്ടുള്ള മിയോൾമീർ കൊണ്ട് ആരോ ഒരാള് ഫൈറ്റ് ചെയ്യുന്ന കാണുന്നത്. എന്നാൽ അവരുടെ മുഖത്തൊരു മാസ്ക് ഉള്ളതുകൊണ്ട് തന്നെ ആരാണിപ്പോ ആ ഒരു ആയുധം ഉപയോഗിക്കുന്നതെന്ന് തോറിന് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മുടെ തോറ് ചോദിക്കുന്നുണ്ട്, ആരാണ് നീ എന്റെ ചുറ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ വിദ്യ കാണിക്കാൻ? ആ മാസ്ക് ഒന്ന് റിമൂവ് ചെയ്താൽ നിന്റെ മുഖം ഒന്ന് കാണായിരുന്നു. അവളും ആ ഒരു മുഖംമൂടി അയച്ചു മാറ്റാണ്. നോക്കുമ്പോ വേറെ ആരുമല്ല, നമ്മുടെ ജെയിൻ ഫ്രോസ്റ്റർ തന്നെയാണ്. അവളെ കണ്ടപ്പോ നമ്മുടെ തോറിന് സന്തോഷവും ഷോക്കും അടക്കാൻ കഴിയുന്നില്ല. അതിനുശേഷം ഇവർ രണ്ടുപേരും എങ്ങനെയാണ് പിരിഞ്ഞത് എന്നുള്ള ഒരു ഫ്ലാഷ് ബാക്കാണ് നമ്മൾ കാണുന്നത്. തുടക്കത്തിൽ രണ്ടുപേരും നല്ല രീതിയിൽ പ്രണയിച്ച് ഒന്നിച്ച് തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. അവര് ഒന്നിച്ച് ലിവിങ് ടുഗദർ ആയിട്ടായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. എന്നാൽ ദിവസം കഴിയുന്തോറും അവർ തമ്മിൽ ചെറിയ അകൽച്ച, അഥവാ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള സമയം വളരെ കുറയാണ്. അതായത് തോറ് അവന്റെ ജനങ്ങളെ സംരക്ഷിക്കാനായിട്ട് പോകേണ്ടതുകൊണ്ട് തന്നെ ജെയിനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ ജെയിന് അവളുടെ സയൻസിന്റെ പരീക്ഷണമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അവൾക്കും ചില സംശയങ്ങൾ വരികയാണ്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്റെ സ്വപ്നങ്ങളൊക്കെ എനിക്ക് നേടാൻ കഴിയില്ലേ? അതുപോലെ തോറിനും ചില ചിന്തകൾ വരികയാണ്. ഇതുപോലെ ഞാൻ ജെയിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ചിന്തകൾക്ക് മൈൻഡിന് മാറ്റം വരുമോ? പിന്നെ ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റാതെയാവോ? അങ്ങനെ രണ്ടുപേരുടെ ഉള്ളിൽ ഭയമുണ്ട്. ഒരു ദിവസം ജെയിന് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ട് ആ വീട് വിട്ടിട്ട് അവൾ പോവാണ്. അതിൽ അവൾ എഴുതിയിട്ടുണ്ടായിരുന്നത്, നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ബ്രേക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ജെയിനെ തോറ് കാണുന്നത്. എന്നിട്ട് ജെയിൻ പറയുന്നുണ്ട്, ആദ്യം നമുക്ക് ഓസ്ഗാർഡിനെ രക്ഷിക്കാൻ എല്ലാ മോൺസ്റ്റേഴ്സിനെയും കൊന്നൊടുക്കാം, അതിനുശേഷം നമുക്ക് സമാധാനത്തിൽ ഇത് സംസാരിക്കാം. അതേസമയം അങ്ങോട്ടേക്ക് നമ്മുടെ വില്ലനായിട്ടുള്ള ഗോർ ദ ബുച്ചർ വരികയാണ്. പിന്നീട് ഗോറും നമ്മുടെ തോറും അവർ രണ്ടുപേരും തമ്മിൽ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുകയാണ്. അതിനിടയിൽ നമ്മുടെ ഗോറ് അവന്റെ മോൺസ്റ്റേഴ്സിനെ ഉപയോഗിച്ചിട്ട് തോറിനെ പിടിച്ചു വെക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ തോറ് ഗോറിന്റെ കയ്യിലുണ്ടായിരുന്ന നിക്രോസ്വാഡ് അഥവാ ദേവന്മാരെ ഗോഡ്സിനെ കൊല്ലാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ശക്തിയാർന്ന ആയുധമാണത്. ഇതെങ്ങനെയാണ് ഇവന്റെ കയ്യിൽ കിട്ടിയതെന്ന് അവൻ വല്ലാതെ ഷോക്കാവുകയാണ്. അതേസമയം നമ്മുടെ വില്ലനായിട്ടുള്ള ഗോറ് അവന്റെ ആയുധമായിട്ടുള്ള നിക്രോസ്വാഡിൽ കൈവെക്കുകയാണ്. അത് കണ്ട് നമ്മുടെ നായകൻ തോറിന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ
ഇടിമിന്നൽ ശക്തി ഉപയോഗിച്ചിട്ട് ഗോറിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. തോറിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന്റെ കൂടെ തന്നെ ജെയിനും അതുപോലെ വാൽക്കറിയും വരികയാണ്. എന്നാൽ അതിനുള്ളിൽ തന്നെ നമ്മുടെ ഗോർ ബുച്ചർ അവന്റെ എല്ലാ മോൺസ്റ്റേഴ്സിനും ഉപയോഗിച്ചിട്ട് ആസ്ഗോഡിലുള്ള ചെറിയ കുട്ടികളെ മുഴുവൻ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോവാണ്. എന്നാൽ ബുച്ചറിനെ തടുത്ത് ആ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബുച്ചറിന് കയ്യിലുണ്ടായിരുന്ന നിക്രോസോഡ് ഉപയോഗിച്ചിട്ട് ഒരു നിഴലുണ്ടാക്കിയിട്ട് അതുമൂലമായിട്ട് കുട്ടികളുമായിട്ട് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. അതിനുശേഷം അവര് എവിടെയായിരിക്കും കുട്ടികളെ അവൻ ഭൂമിയിൽ മറച്ചു വെച്ചിട്ടുണ്ടാവുക എന്ന് അന്വേഷിക്കുകയാണ്. അവസാനം അവർക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഭൂമിയിൽ എവിടെയും അവൻ കുട്ടികളെ ഒളിപ്പിച്ചിട്ടില്ല. എന്നാൽ കുട്ടികളെ നഷ്ടപ്പെട്ട ഓരോ അച്ഛനും അമ്മയും വല്ലാതെ സങ്കടത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ തിരിച്ചു കിട്ടണം. വാൽക്കരി അവരെല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ജനങ്ങള് വാൽക്കരിയുടെ വാക്ക് കേൾക്കുന്നില്ല. അതേസമയത്ത് നമ്മുടെ തോറ് അവന്റെ ആയുധമായിട്ടുള്ള മിയോൾനീർ അവന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. പക്ഷെ അവന്റെ കയ്യിലേക്ക് അത് വരുന്നില്ല, മറിച്ച് സ്റ്റോം ബ്രേക്കർ ആണ് അവന്റെ അടുത്തേക്ക് വരുന്നത്. ഇപ്പോ സ്റ്റോം ബ്രേക്കറിന് ചെറുതായിട്ടൊരു ദേഷ്യം വരുന്നുണ്ട്. തന്നെ ഒഴിവാക്കിയിട്ട് മിയോൾമീറിന് ഉപയോഗിക്കാൻ തോർ എന്തിനാ വീണ്ടും ശ്രമിക്കുന്നത്? അതിനുശേഷം തോറ് എല്ലാ ജനങ്ങളെയും സമാധാനിപ്പിക്കുകയാണ്. നിങ്ങളിങ്ങനെ പരസ്പരം പ്രശ്നമുണ്ടാക്കിയിട്ട് കാര്യമില്ല, കുട്ടികളെ രക്ഷിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ഞാൻ എന്തായാലും നിങ്ങളുടെ കുട്ടികളെ മുഴുവൻ രക്ഷപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഏൽപ്പിക്കും. അടുത്ത സീനിൽ നമ്മുടെ തോറ് പറയാണ്, നമ്മുടെ വില്ലൻ ഗോർ ബുച്ചർ അവൻ നിക്രോസോഡ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇരുളിന്റെ ശാപം നിറഞ്ഞിട്ടുള്ള ഒരു ആയുധമാണ്. ആ ആയുധം ആരാണ് ഉപയോഗിക്കുന്നത്, പതിയെ പതിയെ ആ ആയുധം അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. ഗോറിന് ഇപ്പൊ ലഭിക്കുന്ന ആ ശക്തി മുഴുവൻ ആ നിക്രോസോഡ് എന്ന ആയുധത്തിൽ നിന്നാണ് അവന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ ആയുധം തകർത്ത് കഴിഞ്ഞാൽ തന്നെ അവന്റെ എല്ലാ ശക്തിയും അവന് നഷ്ടമാകും. അതിനുശേഷം വേഗം തന്നെ അവൻ മരിച്ചു വീഴുകയും ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ പ്രശ്നം ആ കുട്ടികളെ എവിടെയാണ് അവൻ മറച്ചു വെച്ചിട്ടുള്ളതെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയത്ത് നമ്മുടെ എയിംടോളിന്റെ മകനായിട്ടുള്ള അലക്സ് ടോള് അവന്റെ ശക്തി ഉപയോഗിച്ചിട്ട് തോറിനോട് സംസാരിക്കുകയാണ്. അതായത് നമ്മുടെ എയിംടോളിനുള്ള ശക്തി പോലെ തന്നെ അലക്സ് ടോളിനും എല്ലാം കാണാൻ കഴിയുന്ന ഓൾ സീയിങ് ഐസ് ഉണ്ട്. അതിലൂടെ തന്നെ തോറിന് എവിടെയാണ് കുട്ടികളെ മറച്ചു വെച്ചിട്ടുള്ളതെന്ന് അവന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അലക്സ് ടോളിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് തോറ് ആ സ്ഥലത്തേക്ക് പോവാണ്. തോറ് അവിടെ പോയപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് അവിടെ ഒന്നും വെളിച്ചമില്ല, അവിടെ മുഴുവൻ നിഴലുകൾ അഥവാ ഷാഡോസ് ആണുള്ളത്. ഇപ്പോഴാണ് തോറിനൊരു കാര്യം മനസ്സിലായിട്ടുള്ളത്, ഗോർ ബുച്ചർ ഇവരെ മുഴുവൻ കൊണ്ടുവന്ന് അടച്ചു വെച്ചിരിക്കുന്നത് അത് ഷാഡോ റിലയമിലാണ്. ആ ഇരുണ്ട ഷാഡോ റിലയമിലുള്ള എല്ലാ കുട്ടികളും വല്ലാതെ ഭയന്നിരിക്കുകയാണ്. തോറ് അവർ ഓരോരുത്തരെയും സമാധാനിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആരും പേടിക്കണ്ട, എല്ലാവരും സമാധാനത്തിലിരിക്കണം, കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞാൻ വന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഇവിടുന്ന് രക്ഷിച്ചോളാം. അടുത്ത സീനിൽ നമ്മുടെ തോറ് വാൽക്കരിയോടും അതുപോലെ ജെയിനോടും പറയാണ്, ഗോർ എവിടെയാണ് മറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അവൻ ഷാഡോ റിലയമിലാണുള്ളത്. അവിടെ അവന് ശക്തി കുറച്ചധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാത്രം അവനെ തോൽപ്പിക്കാനോ തകർക്കാനോ കഴിയില്ല. ബാക്കിയുള്ള ഗോഡ്സിന്റെ അടുത്ത് മുഴുവൻ നമ്മൾ പോയിട്ട് അവരോട് സഹായം ചോദിക്കണം, അവരെന്തായാലും നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മുടെ തോറ് ബൈഫ്രോസ്റ്റർ ആ ഒരു ബ്രിഡ്ജ് കണക്ട് ചെയ്തിട്ട് എല്ലാവരെയും ആ ഒരു ഗോഡ്സിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. ആ സമയത്ത് ജെയിന് പറയുന്നുണ്ട്, സ്റ്റോം ബ്രേക്കർ ഇപ്പോ നീ പറയുന്നത് കറക്റ്റ് കേൾക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്നത് വളരെ ഡേഞ്ചർ ആണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു ഷിപ്പ് ഉപയോഗിച്ചിട്ട് ബൈഫ്രോസ്റ്റർ സമയം ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് പോവാം. അങ്ങനെ തോറും അതിന് സമ്മതിക്കുകയാണ്. ന്യൂ ആസ്കാർഡിലുള്ള ഒരു വലിയ ഷിപ്പ് എടുത്തിട്ട് അതിന്റെ മുൻപിൽ കുറച്ചു മുൻപ് ഒരു ഗോഡ്സ് നൽകിയ 2 ആടുകളില്ലേ, ആ ആടുകളെയും കെട്ടിയിട്ട് ബൈഫ്രോസ്റ്റർ സമം ചെയ്ത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തോറ് ശ്രമിക്കുകയാണ്. അതേ സമയത്ത് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാവുകയാണ്. അങ്ങനെ അവരെല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മുടെ ജെയിന് ആ ഒരു സ്റ്റോം ബ്രേക്കർ എടുത്തതിന് ശേഷവും ജെയിനിന്റെ ക്യാൻസറിന് ഒരു മാറ്റവും വന്നിട്ടില്ല. അത് ഉപയോഗിക്കും തോറും അവളുടെ ക്യാൻസർ വല്ലാതെ മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്. ജെയിന്റെ ഒരു അവസ്ഥയെക്കുറിച്ച് വാൽക്കരിക്കും അറിയായിരുന്നു. എന്നിട്ടും അവളെയും എന്തിനാണ് ഗോറിനെ തകർക്കാനായിട്ട് ഇവർ കൂട്ടിക്കൊണ്ടു പോകുന്നത്? അതായത് മിയോർനീർ അവൾ എടുത്തതിന് ശേഷം ഇവളും ഇപ്പൊ ഒരു ആസ്ഗോഡിനായിട്ട് മാറിയിട്ടുണ്ട്. ആ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ടാലാണ് ഇവൾക്ക് ഡയറക്റ്റ് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ കഴിയുക. അതുകൊണ്ട് എന്തായാലും അവള് ക്യാൻസർ മൂലം മരണപ്പെടാൻ പോവാണ്. അപ്പോ ഫൈറ്റ് ചെയ്തിട്ട് വാലാലേക്ക് എത്താൻ പറ്റിയാൽ അത് കുറച്ചുകൂടി നല്ലതല്ലേ? അങ്ങനെ വാൽക്കരിയുടെ വാക്ക് കേട്ടിട്ടാണ് അവളും ഈ ഒരു ദൗത്യത്തിന് ഇറങ്ങുന്നത്. അതേസമയം തോറ് പതിയെ അവന്റെ മിയോൾനീർ ആ ഒരു ആയുധം ഉപയോഗിക്കാൻ പറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവന് ഈസി ആയിട്ട് അത് ഇപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ അവരവസാനം ആ ഗോഡ്സുകളുടെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. മറ്റൊരു സീനില് ഷാഡോ റിലേമിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ കുട്ടികളൊക്കെ അവിടുന്ന് പറയുന്നുണ്ട്, എങ്ങനെയാണ് തോറ് നമ്മുടെ താനോസിന്റെ തലവെട്ടിയിട്ട് ജനങ്ങളെ രക്ഷപ്പെടുത്തിയത്, അതുപോലെ തന്നെ തോറ് ഈ ഒരു ഗോർ ബുച്ചറിന്റെ തലവെട്ടിയിട്ട് നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തും. കാരണം നമ്മളുള്ള സ്ഥലം ഇപ്പോ തോറിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ തോർ ഇവിടെ എത്തും. അപ്പോ ഗോർ ബുച്ചർ പറയുന്നുണ്ട്, എന്റെ പ്ലാനും അത് തന്നെയാണ്. അതായത് തോറ് നിങ്ങളെ രക്ഷിക്കാനായിട്ട്
ഈ സ്ഥലത്തേക്ക് വരണം, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് തട്ടിക്കൊണ്ടുവന്നത്. മറ്റൊരു ഭാഗത്ത് തോറും അവന്റെ കൂട്ടുകാരൊക്കെ വേഷം മാറിയിട്ട് ആ ഒരു അരേനയിലുള്ള ഗോഡ്സ് ഉള്ള സ്ഥലത്തേക്ക് എത്തുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവരുടെയൊക്കെ നേതാവായിട്ടുള്ള സിയോസ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഇടിമിന്നൽ ശക്തി ഉപയോഗിച്ചിട്ട് അവിടെ ഷോസ് അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ടിട്ട് തോറ് അതിശയിച്ചു പോവാണ്. അതേസമയം നമ്മുടെ സ്യൂസിന്റെ കയ്യില് വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റനിങ് വെപ്പണും ഉണ്ട്. എന്നാൽ വാൽക്കറി പറയുന്നുണ്ട്, എനിക്ക് ചില സംശയങ്ങളുണ്ട്, അദ്ദേഹം നമ്മളെ സഹായിക്കുമെന്ന്. ഇനി അദ്ദേഹം വന്നിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ഒരു ലൈറ്റനിങ് വെപ്പൺ ഇല്ലേ, ആ വെപ്പൺ അടിച്ചു മാറ്റിയിട്ടാണെങ്കിലും നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പോഴാണ് നമ്മുടെ തോർ അവരുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് അവരോട് പറയുന്നത്, ഗോർ ബുച്ചർ എന്ന ഒരുത്തൻ അവന്റെ കയ്യിലുള്ള നിക്രോസ് അടന്ന ആയുധം ഉപയോഗിച്ചിട്ട് കുറേയധികം ഗോഡ്സിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ തോൽപ്പിക്കാന് നിങ്ങളും ഞങ്ങളുടെ കൂടെ ചേരണം. നമ്മളുടെ എല്ലാവരുടെയും പവേഴ്സ് ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. എന്നാൽ സ്യൂസ് അതിനെതിർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശക്തി ഉപയോഗിച്ചിട്ട് തോറിന് ഒരു ചെയിനിൽ കെട്ടിവെക്കുകയാണ്. അവന്റെ എല്ലാ വസ്ത്രങ്ങളും റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്നാൽ തോർ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്യാണ്, ഓസ്ഗോഡിലുള്ള ചെറിയ കുട്ടികളെ ബുച്ചർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ആ ആയുധമെങ്കിലും നമുക്കൊന്ന് തന്നാ മതി. എന്നാൽ സ്യൂസ് പറയുന്നുണ്ട്, നിന്റെ ജനങ്ങളെ നീ വേണം രക്ഷിക്കാന്. എപ്പോഴും എന്റെ മുൻപില് നീ താഴെയാണ്. നിന്നെ ഈ സ്ഥലത്ത് നിന്ന് ബുച്ചറിനെ തേടിയിട്ട് പോകാൻ പോലും ഞാൻ വിടാൻ പോകുന്നില്ല. കാരണം ഇനി നീ അതിന് ശ്രമിച്ചു കഴിഞ്ഞാല് ബുച്ചറിന് ഈ ഒരു സ്ഥലം മനസ്സിലാവും. നിലവിൽ ഈ സ്ഥലം ബുച്ചറിന് കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ ഗോഡ്സും സുരക്ഷിതരാണ്. ഇനി നീ പോയി തലവെച്ച് കൊടുത്തിട്ട് ഈ സ്ഥലം മനസ്സിലായി കഴിഞ്ഞാൽ അവനും ഇങ്ങോട്ട് വരും. എന്നാൽ നിനക്കറിയാത്തൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അവൻ അത്രയ്ക്ക് ശക്തിയൊന്നുമില്ല. ഇനി അവൻ ആ ശക്തി നേടണമെന്നുണ്ടെങ്കിൽ അവന് എറ്റേണിറ്റിയിലേക്ക് പോകണം. അവിടെ പോയിട്ട് ആദ്യം ആരാണോ വരം ചോദിക്കുന്നത് ആ വരം അവർക്ക് എന്തായാലും നിറവേറ്റപ്പെടും. ഇപ്പോഴാണ് തോറിനും അവന്റെ സംഘത്തിനും ഒരു കാര്യം മനസ്സിലാവുന്നത്, കോറിന്റെ പ്ലാൻ എന്താണെന്ന്. അതായത് എറ്റേണിറ്റിയിൽ പോയിട്ട് എല്ലാ ഗോഡുകളെയും കൊന്നുകളയാനുള്ള ശക്തി അവന് ലഭിക്കാനായിട്ടുള്ള വരം ചോദിക്കാനാണ് അവൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതുവരെ ആയിട്ടും ആരും എറ്റേണിറ്റിയിലേക്ക് പോയിട്ടില്ല. ആരാണോ ആദ്യം അവിടെ പോയിട്ട് വരം ചോദിക്കുന്നത് ആ വരം ഒരിക്കലും തിരസിക്കില്ല, അത് ഉറപ്പായിട്ടും നടത്തപ്പെടും. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിലൂടെ കണ്ടാലോ. സെക്കൻഡ് പാർട്ടിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ അവസാനത്തെ എൻഡ് സ്ക്രീനിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇത് നിങ്ങളുടെ സ്വന്തം ഡെബ്സ് മലയാളി. നമുക്ക് സെക്കൻഡ് പാർട്ടിലൂടെ കാണാം. ടാറ്റാ, ബൈ ബൈ.